അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നു. സത്യം പറഞ്ഞാൽ ഈ വയനാട്ടിലെ ജനങ്ങളെ, വോട്ടർമാരെ രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് അങ്ങ് പറ്റിക്കുകയല്ലായിരുന്നു, തട്ടിപ്പ് നടത്തുകയല്ലേ ചെയ്ത്. 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. ഒന്ന് ഉത്തർപ്രദേശിലും ഒന്ന് വയനാട്ടിലും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചു. ഒന്ന് ഉത്തർപ്രദേശിലും ഒന്ന് കേരളത്തിലും. അന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചത്. അമേഠിയിൽ തോറ്റുപോയി, വയനാട്ടിൽ ജയിച്ചു. ഈ പ്രാവശ്യവും അതേ മാതൃകയിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഒന്ന് റായ്ബറേലിയിലും ഒന്ന് ഈ വയനാട്ടിലും. അപ്പോൾ ഇതിനകത്തൊരു തട്ടിപ്പ് നടത്തിയതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മിണ്ടിയില്ല, ഞാൻ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് റായ്ബറേലിയിൽ പോയി പുള്ളിക്കാരൻ നോമിനേഷൻ കൊടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിൽ കൊണ്ട് സമയം കളഞ്ഞ് വോട്ട് കൂത്തി ആൾക്കാരെ വെറുതെ പറ്റിക്കുന്ന ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഇനി അവിടെ ഇലക്ഷൻ നടത്തണം. എത്ര കോടി രൂപയാണെന്നറിയോ സർക്കാരിൻ്റെ ഖജനാവിൽ ചിലവാകുന്നത്, നഷ്ടം വരുന്നത്? ഒരു ലോക്സഭ ഇലക്ഷന് 70,000 കോടി തൊട്ട് അല്ലെങ്കിൽ 1 ലക്ഷം കോടി രൂപയൊക്കെയാണ് ഇനി ചിലവ് എന്നാണ് പറയുന്നത്. ഒരു മണ്ഡലത്തിൽ 10-20 കോടി രൂപയെങ്കിലും മിനിമം ചിലവാകും. ഈ 20 കോടി രൂപ പൊടിച്ചു കളഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഇതേ തരത്തിൽ നമ്മുടെ മീശവാദ സിനിമയിൽ പിള്ളാച്ചൻ്റെ കലാപരിപാടിയാണ്. സരസു ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. സരസു വേണമെന്നുണ്ടെങ്കിൽ പറയും ഇത് പഞ്ചാരയ്ക്കും മണ്ണെണ്ണയ്ക്കും വേണ്ടി ഈ മറ്റാരെയും സ്വീകരിക്കാതെ പിള്ളാച്ചനെ സ്വീകരിച്ച സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറയും. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിലും പിള്ളാച്ചൻ്റെ സ്ഥിരം കലാപരിപാടി തന്നെയാണ് ഇവിടെയും രാഹുൽ ഗാന്ധി ചെയ്ത്. 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു, 2 ജയിക്കുന്നു, ഒരാളെ ഉപേക്ഷിച്ച് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ വയനാട്ടിലെ വോട്ടർമാരും മഹാമണ്ടന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും ഇലക്ഷന് പോകണം, ഇനിയും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം ചിലവാക്കണം, ഇനിയും ആൾക്കാരുടെ സമയം കളഞ്ഞ് വോട്ട് ചെയ്യാൻ പോകണം, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. ഒരാൾ കളഞ്ഞിട്ടങ്ങ് പോകണം. ഈ രാജ്യത്ത് ഈ സ്ഥലത്തൊക്കെ നിന്ന് മത്സരിക്കുന്ന കലാപരിപാടി ഒഴിവാക്കേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര MLA-മാരാണ് ഈ ലോക്സഭ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിയത്? ഇപ്പോൾ ഷാഫി പറമ്പിലും ജയിച്ചു, അതുപോലെ തന്നെ ഒരു മന്ത്രി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മിനിസ്റ്ററിന് ജയിച്ചു. ഇവർ രണ്ടുപേരും ഇപ്പം നിയമസഭയിലുള്ള അംഗത്വം രാജിവെക്കും, ഇനി പാർലമെന്റിലേക്ക് പോകണം. 20 മണ്ഡലങ്ങളിലാണ് ഓരോ പാർട്ടിക്കും സ്ഥാനാർത്ഥി വേണ്ടത്. ഈ MLA-മാരല്ലാതെ ബാക്കി ആരും ഇല്ല നിങ്ങളുടെ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. അത്ര കഴിവുകേടാണോ, അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തവരാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിയിലുള്ളത്? ഈ വി ജോയ് എന്ന് പറയുന്ന ഒരാൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തോറ്റു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഇലക്ഷൻ നടക്കേണ്ടി വന്നേനെ. അപ്പം ഈ ഖജനാവിലെ പണം എല്ലാം എടുത്തിട്ട് ഇവർ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്ത് ചോദിക്കാനാണ്? ഇവിടെ പിന്നെയും വോട്ടർമാർ പോയി വോട്ട് ചെയ്യും, സമയം കളയും, പെരുമാറ്റച്ചട്ടം വരും, പിന്നെയും കുറേ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി പണിയെടുക്കണം. ആ സമയത്ത് ബാക്കിയുള്ള സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണിയൊന്നും അവിടെ നടക്കത്തില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നല്ല ഒന്നാന്തരം ഫ്രോഡ് പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അല്ലെങ്കിൽ പറയണമായിരുന്നു ഇലക്ഷന് മുമ്പ് ഞാൻ 2 സ്ഥലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറയണമായിരുന്നു. ചിലപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു പോയതിന്. അപ്പോൾ അന്നും മിണ്ടാതിരുന്നിട്ട് ഇവിടുത്തെ ഇലക്ഷൻ കഴിച്ചിട്ട് നേരെ റായ്ബറേലിയിൽ പോയിട്ട് സ്ഥാനാർത്ഥിയാവുന്നു. കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇത്. പുള്ളിക്കാരന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു ഉത്തർപ്രദേശ് ജയിക്കുമെന്ന്. ഇതിനിടയിൽ എങ്ങനെയോ ചാക്കേട്ടപ്പം മൊയരി അത്തു എന്നൊക്കെ പറയുന്ന പോലെ ഉത്തർപ്രദേശ് ജയിച്ചു. ഉത്തർപ്രദേശ് ജയിച്ചപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പിയായി. പുള്ളിക്കാരൻ കേരളത്തെ ഉപേക്ഷിക്കുന്നു, വയനാടിനെ ഉപേക്ഷിച്ച് പോകുന്നു. നല്ല ഒന്നാന്തര തട്ടിപ്പാണ് ഇതെന്ന് പറയുമ്പോൾ. ജനാധിപത്യത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, 2 സ്ഥലത്തും വന്ന് നിൽക്കുന്നു, MLA-മാർ MP ആയിട്ട് മത്സരിക്കുന്നു, ഒടുവിൽ ജയിച്ചു കഴിയാൻ നിർത്തി ഇത് രണ്ടും വലിച്ച് എടുത്ത് കളഞ്ഞിട്ട് പോകുന്നു. ഈ വോട്ട് ചെയ്ത മണ്ടന്മാരാക്കി കളയുന്നു. ഇത് വോട്ട് ചെയ്തവരെ മണ്ടന്മാരാക്കുന്ന കലാപരിപാടികൾ. നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും വോട്ട് ചെയ്യുന്നവരെ മണ്ടന്മാരാക്കുന്ന കലാപരിപാടിയല്ലേ? ഈ മീശമാധവന്റെ പിള്ളേച്ചൻ്റെ അതേ സ്വഭാവമല്ലേ രാഹുൽ ഗാന്ധി ഇവിടെ കാണിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പോലീസിലൊക്കെ ജോലി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം സബ് ഇൻസ്പെക്ടർ ആയാലും CP ഒക്കെ ആയാലും ട്രെയിനിങ് സമയത്ത് ലക്ഷങ്ങൾ ഗവൺമെൻറ് ചിലവാക്കാറുണ്ട്. ഇതിനിടയിൽ വേറെ ജോലിയോ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഇവർ ഉപേക്ഷിച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ പൈസ കെട്ടിവെക്കാൻ പറയും. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു 10-20 കോടി രൂപയെങ്കിലും കെട്ടിവെക്കുന്ന രീതിയിൽ മാതൃക കാണിക്കണം. കാരണം അത്രയും ഇവിടെ ചിലവായിട്ടുണ്ട്. ഇവിടെ കെട്ടിവെച്ചാൽ തന്നെ സാധാരണ മനുഷ്യൻ്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ. ആ സമയത്തിന് വാല്യൂ എന്തിടും? അപ്പം പൈസ തിരിച്ചു പിടിക്കണം. കാരണം ഈ 10-20 കോടി രൂപ ഇനിയും ചിലവാക്കണം. നമ്മൾ ഇവിടെ ഇലക്ഷൻ നടക്കണം, പെരുമാറ്റച്ചട്ടം വരണം, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പോകും, സാധാരണക്കാർക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിർത്തുന്നത്. ഒന്നാന്തരം ഫ്രോഡ് പരിപാടി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ജയിക്കോ തോൽക്കോ എന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. പുള്ളിക്കാരനെ ഇപ്പം ജയിച്ചു ഉത്തർപ്രദേശ്, അതുകൊണ്ട് ഹാപ്പി ആയിരിക്കും. പക്ഷെ വയനാട്ടിൽ എന്ത് സംഭവിച്ചു? റീ എലക്ഷൻ വരാൻ പോവാണ്, ബൈ എലക്ഷൻ വരാൻ പോവാണ്. ആർക്ക് നഷ്ടം? യഥാർത്ഥത്തിൽ നഷ്ടം നമുക്ക് സാധാരണക്കാർക്ക്. കുറേ ആൾക്കാർ ഇനിയും പോയി ക്യൂ നിൽക്കും, വോട്ട് ചെയ്യാൻ നിൽക്കും, വെയിൽ കൊണ്ടും മഴ കൊള്ളും എന്നല്ലാതെ വേറെ ആർക്കാണ് നഷ്ടം? രാഹുൽ ഗാന്ധിക്കാണോ? ഒന്നുമല്ല. പുള്ളി എടുത്ത് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്.